ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2026 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. ഇത് ചോദ്യോത്തരങ്ങളുടെ യോഹന്നാൻ 11-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വീഡിയോയാണ്. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ചോദ്യോത്തരങ്ങൾ അതുപോലെ ഒരു പഠന സഹായിയാക്കിയിട്ടുണ്ട്. 4500ഓളം ചോദ്യോത്തരങ്ങളാണ് പഠന സഹായിയിലുള്ളത്. 336 പേജുകളുള്ള ഒരു പുസ്തകമാണ്. വളരെ സമഗ്രമായി തയ്യാറാക്കിയിട്ടുള്ള പഠന സഹായിയുടെ വില 250 രൂപയാണ്. 50 രൂപ പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെ 300 രൂപയ്ക്ക് പഠന സഹായി നിങ്ങളുടെ വീടുകളിൽ അയച്ചു തരുന്നതായിരിക്കും. പോസ്റ്റ് ഓഫീസ് വഴിയാണ് പഠന സഹായി അയക്കുന്നത്. 5 പുസ്തകം ഒന്നിച്ചു വാങ്ങുന്നവർക്ക് പോസ്റ്റൽ ചാർജ് ഉണ്ടായിരിക്കില്ല. 10 പുസ്തകം ഒന്നിച്ചു വാങ്ങിയാൽ 225 രൂപയ്ക്ക് നൽകുന്നതായിരിക്കും. റൂത്ത്, 1 സാമുവൽ, സഭാപ്രസംഗകൻ, യോഹന്നാൻ, ഗലാത്യ, അങ്ങനെ 5 പുസ്തകങ്ങളിൽ നിന്നായി 35 അധ്യായങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. പഠിച്ച ഭാഗങ്ങൾ ഓർമ്മയുണ്ടോ, എത്രത്തോളം പഠിച്ചു എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ പരീക്ഷ എഴുതി നോക്കണം. അതിനായി 140 മോക്ക് ടെസ്റ്റുകൾ നടത്തുകയാണ്. 30 മോക്ക് ടെസ്റ്റുകൾ കഴിഞ്ഞു, ഇനിയും 110 കൂടിയുണ്ട്. അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് 500 രൂപ രജിസ്ട്രേഷൻ ഫീസ് അടച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ജോയിൻ ചെയ്യുന്ന ആളുകൾക്കും പഴയ മോക്ക് ടെസ്റ്റുകളെല്ലാം അയച്ചു തരുന്നതായിരിക്കും. ഒന്നാമത്തെ ചോദ്യം, യോഹന്നാൻ അധ്യായം 11-ലെ 3-ാമത്തെ തലക്കെട്ട്, യേശു കരയുന്നു. 2, നീ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മർത്ത പോയി ആരെയാണ് വിളിച്ചത്? തന്റെ സഹോദരിയായ മറിയത്തെ. 3, മർത്ത പോയി മറിയത്തോട് എന്താണ് പറഞ്ഞത്? ഇതാ ഗുരു ഇവിടെയുണ്ട്, നിന്നെ വിളിക്കുന്നു. 4, ഇതാ ഗുരു ഇവിടെയുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് മർത്ത എങ്ങനെയാണ് പറഞ്ഞത്? സ്വകാര്യമായി. 5, മർത്ത മറിയത്തോട് സ്വകാര്യമായി പറഞ്ഞതെന്ത്? ഇതാ ഗുരു ഇവിടെയുണ്ട്, നിന്നെ വിളിക്കുന്നു. 6, ഇതാ ഗുരു ഇവിടെയുണ്ട്, നിന്നെ വിളിക്കുന്നു. ആരോട് പറഞ്ഞു? മർത്ത മറിയത്തോട്. 7, ഇതാ ഗുരു ഇവിടെയുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് മർത്ത മറിയത്തോട് പറഞ്ഞപ്പോൾ അവൾ എന്തു ചെയ്തു? ഇത് കേട്ടയുടനെ അവൾ എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് ചെന്നു. 8, ഇത് കേട്ടയുടനെ അവൾ എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് ചെന്നു. ആരുടെ അടുക്കൽ ചെന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്? മറിയം യേശുവിന്റെ. 9, മറിയം യേശുവിന്റെ അടുക്കൽ ചെന്നപ്പോൾ അവൻ എവിടെ പ്രവേശിച്ചിട്ടില്ലായിരുന്നു? ഗ്രാമത്തിൽ. 10, അപ്പോഴും അവൻ ഗ്രാമത്തിൽ പ്രവേശിച്ചിട്ടില്ലായിരുന്നു. ആര്? യേശു. 11, മറിയം യേശുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവൻ എവിടെ തന്നെ നിൽക്കുകയായിരുന്നു? മർത്ത കണ്ട സ്ഥലത്തു തന്നെ. 12, മറിയം തിടുക്കത്തിൽ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നതു കണ്ട് ആരാണ് അവളെ അനുഗമിച്ചത്? അവളെ ആശ്വസിപ്പിച്ചു കൊണ്ടിരുന്ന യഹൂദർ. 13, മറിയം തിടുക്കത്തിൽ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നതു കണ്ട് അവളെ ആശ്വസിപ്പിച്ചു കൊണ്ടിരുന്ന യഹൂദർ എന്തു ചെയ്തു? അവളെ അനുഗമിച്ചു. 14, മറിയം തിടുക്കത്തിൽ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നതു കണ്ട് അവളെ ആശ്വസിപ്പിച്ചു കൊണ്ടിരുന്ന യഹൂദർ എന്താണ് വിചാരിച്ചത്? അവൾ ശവകുടീരത്തിൽ കരയാൻ പോവുകയാണെന്ന്. 15, മറിയം ശവകുടീരത്തിൽ കരയാൻ പോവുകയാണെന്ന് വിചാരിച്ചതാര്? അവളെ ആശ്വസിപ്പിച്ചു കൊണ്ടിരുന്ന യഹൂദർ. 16, മറിയം യേശുവിന്റെ അടുക്കൽ വന്ന് കാൽക്കൽ വീണ് പറഞ്ഞതെന്ത്? കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുമായിരുന്നില്ല. 17, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുമായിരുന്നില്ല. ആരോട് പറഞ്ഞു? മറിയം യേശുവിനോട്. 18, മറിയവും അവളുടെ കൂടെ വന്ന യഹൂദരും കരയുന്നതു കണ്ടപ്പോൾ യേശു എന്തു ചെയ്തു? ആത്മാവിൽ നെടുവീർപ്പിട്ടുകൊണ്ട് അസ്വസ്ഥനായി. 19, യേശു ആത്മാവിൽ നെടുവീർപ്പിട്ടുകൊണ്ട് അസ്വസ്ഥനായതെപ്പോൾ? മറിയവും അവളുടെ കൂടെ വന്ന യഹൂദരും കരയുന്നത് കണ്ടപ്പോൾ. 20, യേശു ആത്മാവിൽ നെടുവീർപ്പിട്ടുകൊണ്ട് അസ്വസ്ഥനായി ചോദിച്ചതെന്ത്? അവനെ അടക്കിയിരിക്കുന്നത് എവിടെയാണ്? 21, അവനെ അടക്കിയിരിക്കുന്നത് എവിടെയാണ് എന്ന യേശുവിന്റെ ചോദ്യത്തിന് അവർ പറഞ്ഞ മറുപടി എന്ത്? കർത്താവെ, വന്നു കാണുക. 22,
കർത്താവെ വന്നു കാണുക എന്ന് അവർ പറഞ്ഞത് എപ്പോൾ? ലാസറിനെ അടക്കിയിരിക്കുന്നത് എവിടെയാണ് എന്ന് യേശു ചോദിച്ചപ്പോൾ. 23 കർത്താവെ വന്നു കാണുക എന്ന് അവർ പറഞ്ഞപ്പോൾ യേശു എന്തു ചെയ്തു? യേശു കണ്ണീർ പൊഴിച്ചു. 24 യേശു കണ്ണീർ പൊഴിച്ചു. വാക്യഭാഗം എഴുതുക. യോഹന്നാൻ 11:35. 25 യേശു കണ്ണീർ പൊഴിച്ചപ്പോൾ യഹൂദർ എന്താണ് പറഞ്ഞത്? നോക്കൂ, അവൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു. 26 നോക്കൂ, അവൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു. ആരെ സ്നേഹിച്ചിരുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്? യേശു ലാസറിനെ. 27 നോക്കൂ, അവൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു എന്ന് അവർ പറഞ്ഞപ്പോൾ ചിലർ എന്താണ് പറഞ്ഞത്? അന്ധന്റെ കണ്ണു തുറന്ന ഈ മനുഷ്യന് ഇവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലേ? 28 ആരുടെ കണ്ണു തുറന്ന ഈ മനുഷ്യന് ഇവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലേ എന്നാണ് ചിലർ ചോദിച്ചത്. അന്ധന്റെ. 29 അന്ധന്റെ കണ്ണു തുറന്ന ഈ മനുഷ്യന് എന്ത് കഴിയുമായിരുന്നില്ലേ എന്നാണ് ചിലർ ചോദിച്ചത്? ഇവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ. 30 യോഹന്നാൻ അധ്യായം 11 4 തലക്കെട്ട് ലാസറിനെ ഉയർപ്പിക്കുന്നു. 31 യേശു എങ്ങനെയാണ് ശവകുടീരത്തിങ്കൽ വന്നത്? നെടുവീർപ്പിട്ടുകൊണ്ട്. 32 യേശു വീണ്ടും നെടുവീർപ്പിട്ടുകൊണ്ട് എവിടേക്കാണ് വന്നത്? ശവകുടീരത്തിങ്കൽ. 33 ലാസറിനെ അടക്കിയിരുന്ന ശവകുടീരം എന്തായിരുന്നു? ഒരു ഗുഹ. 34 ഒരു ഗുഹയായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെ കുറിച്ച്? ലാസറിനെ അടക്കിയിരുന്ന ശവകുടീരം. 35 ലാസറിനെ അടക്കിയിരുന്ന ശവകുടീരത്തിന്മേൽ എന്താണ് വച്ചിരുന്നത്? ഒരു കല്ല്. 36 ശവകുടീരത്തിങ്കൽ വന്ന യേശു എന്താണ് പറഞ്ഞത്? ആ കല്ലെടുത്തു മാറ്റുവിൻ. 37 ആ കല്ലെടുത്തു മാറ്റുവിൻ എന്ന് യേശു പറഞ്ഞപ്പോൾ അവന്റെ സഹോദരിയായ മാർത്ത പറഞ്ഞതെന്ത്? കർത്താവെ, ഇപ്പോൾ ദുർഗന്ധമുണ്ടായിരിക്കും. 38 കർത്താവെ, ഇപ്പോൾ ദുർഗന്ധമുണ്ടായിരിക്കും. ആരോട് പറഞ്ഞു? മർത്ത യേശുവിനോട്. 39 കർത്താവെ, ഇപ്പോൾ ദുർഗന്ധമുണ്ടായിരിക്കും എന്ന് മാർത്ത പറയാൻ കാരണമെന്ത്? ഇത് 4-ാം ദിവസമാണ്. 40 കർത്താവെ, ഇപ്പോൾ ദുർഗന്ധമുണ്ടായിരിക്കും, ഇത് 4-ാം ദിവസമാണ് എന്ന് മർത്ത പറഞ്ഞപ്പോൾ യേശു അവളോട് എന്താണ് ചോദിച്ചത്? വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? 41 വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്ന് യേശു ആരോടാണ് ചോദിച്ചത്? മർത്തായോട്. 42 വിശ്വസിച്ചാൽ നീ എന്തു ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്നാണ് യേശു മത്തായോട് ചോദിച്ചത്? ദൈവമഹത്വം. 43 ദൈവമഹത്വം ദർശിക്കാൻ എന്തു ചെയ്യണം? വിശ്വസിക്കണം. 44 അവർ കല്ലെടുത്തു മാറ്റിയപ്പോൾ യേശു എന്തു ചെയ്തു? കണ്ണുകൾ ഉയർത്തി പറഞ്ഞു. 45 യേശു എന്താണ് കണ്ണുകൾ ഉയർത്തി പറഞ്ഞത്? പിതാവേ, അങ്ങ് എന്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. 46 എന്തുകൊണ്ട് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എന്നാണ് യേശു പിതാവിനോട് പറഞ്ഞത്? അങ്ങ് എന്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ. 47 അങ്ങ് എന്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ എന്തു ചെയ്യുന്നു എന്നാണ് യേശു പറയുന്നത്? അങ്ങേക്ക് നന്ദി പറയുന്നു. 48 എന്ത് എനിക്കറിയാം എന്നാണ് യേശു പിതാവിനോട് പറയുന്നത്? അങ്ങ് എന്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്ന്. 49 എന്നെ അയച്ചത് അവിടുന്നാണെന്ന് ആര് വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത് എന്നാണ് യേശു പറഞ്ഞത്? ചുറ്റും നിൽക്കുന്ന ജനം. 50 ചുറ്റും നിൽക്കുന്ന ജനം എന്ത് വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത് എന്നാണ് യേശു പറഞ്ഞത്? എന്നെ അയച്ചത് അവിടുന്നാണെന്ന്. 51 എന്നെ അയച്ചത് അവിടുന്നാണെന്ന് ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് യേശു എന്തു ചെയ്തു? അവൻ ഉച്ചത്തിൽ പറഞ്ഞു. 52 യേശു ഉച്ചത്തിൽ പറഞ്ഞത് എന്ത്? ലാസറേ, പുറത്തു വരിക. 53
ലാസറെ പുറത്തു വരിക എന്ന് യേശു പറഞ്ഞത് എങ്ങനെ? ഉച്ചത്തിൽ. 54 ലാസറെ പുറത്തു വരിക എന്ന് യേശു പറഞ്ഞപ്പോൾ എന്തു സംഭവിച്ചു? മരിച്ചവൻ പുറത്തു വന്നു. 55 മരിച്ചവൻ പുറത്തു വന്നത് എപ്പോൾ? ലാസറെ പുറത്തു വരിക എന്ന് യേശു പറഞ്ഞപ്പോൾ. 56 മരിച്ചവൻ പുറത്തു വന്നപ്പോൾ അവന്റെ കൈകാലുകളും മുഖവും എപ്രകാരമായിരുന്നു? കൈകാലുകൾ നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടും മുഖം തുണി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടുമിരുന്നു. 57 കൈകാലുകൾ നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടും മുഖം തുണി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടുമിരുന്നത് ആരുടെ? ലാസറിന്റെ. 58 ലാസറിന്റെ കൈകാലുകൾ എന്തുകൊണ്ട് ബന്ധിക്കപ്പെട്ടിരുന്നു? നാടകൾ കൊണ്ട്. 59 നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടിരുന്നത് എന്ത്? ലാസറിന്റെ കൈകാലുകൾ. 60 ലാസറിന്റെ മുഖം എന്തുകൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരുന്നു? തുണി കൊണ്ട്. 61 ലാസർ പുറത്തു വന്നപ്പോൾ യേശു എന്താണ് പറഞ്ഞത്? അവന്റെ കെട്ടുകൾ അഴിക്കുവിൻ, അവൻ പോകട്ടെ. 62 അവന്റെ കെട്ടുകൾ അഴിക്കുവിൻ, അവൻ എന്തു ചെയ്യട്ടെ എന്നാണ് യേശു പറഞ്ഞത്? പോകട്ടെ. 63 യോഹന്നാൻ അധ്യായം 11 5-ാമത്തെ തലക്കെട്ട് യേശുവിനെ വധിക്കാൻ ആലോചന. 64 മറിയത്തിന്റെ അടുക്കൽ വന്നിരുന്ന യഹൂദരിൽ വളരെ പേർ എന്തു കണ്ടാണ് അവനിൽ, യേശുവിൽ വിശ്വസിച്ചത്? അവൻ പ്രവർത്തിച്ചതു കണ്ട്. 65 മറിയത്തിന്റെ അടുക്കൽ വന്നിരുന്ന യഹൂദരിൽ വളരെ പേർ യേശു പ്രവർത്തിച്ചതു കണ്ട് എന്തു ചെയ്തു? അവനിൽ വിശ്വസിച്ചു. 66 ആരാണ് യേശു പ്രവർത്തിച്ചതു കണ്ട് അവനിൽ വിശ്വസിച്ചത്? മറിയത്തിന്റെ അടുക്കൽ വന്നിരുന്ന യഹൂദരിൽ വളരെ പേർ. 67 ആരുടെ അടുക്കൽ വന്നിരുന്ന യഹൂദരിൽ വളരെ പേർ യേശു പ്രവർത്തിച്ചതു കണ്ട് അവനിൽ വിശ്വസിച്ചു? മറിയത്തിന്റെ അടുക്കൽ. 68 ആരാണ് ചെന്ന് യേശു പ്രവർത്തിച്ച കാര്യങ്ങൾ ഫരിസേയരോട് പറഞ്ഞത്? യഹൂദരിൽ ചിലർ. 69 യഹൂദരിൽ ചിലർ ചെന്ന് യേശു പ്രവർത്തിച്ച കാര്യങ്ങൾ ആരോടാണ് പറഞ്ഞത്? ഫരിസേയരോട്. 70 യഹൂദരിൽ ചിലർ ചെന്ന് യേശു പ്രവർത്തിച്ച കാര്യങ്ങൾ ഫരിസേയരോട് പറഞ്ഞപ്പോൾ അവർ എന്തു ചെയ്തു? ആലോചനാ സംഘം വിളിച്ചുകൂട്ടി. 71 ആരാണ് ആലോചനാ സംഘം വിളിച്ചു കൂട്ടിയത്? പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും. 72 പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും എന്താണ് വിളിച്ചു കൂട്ടിയത്? ആലോചനാ സംഘം. 73 പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും ആലോചനാ സംഘം വിളിച്ചുകൂട്ടി എന്താണ് പറഞ്ഞത്? നാം എന്താണ് ചെയ്യേണ്ടത്? 74 നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും എന്താണ് പറയുന്നത്? ഈ മനുഷ്യൻ വളരെയധികം അടയാളങ്ങൾ പ്രവർത്തിക്കുന്നല്ലോ. 75 ഈ മനുഷ്യൻ വളരെയധികം അടയാളങ്ങൾ പ്രവർത്തിക്കുന്നല്ലോ എന്ന് പറഞ്ഞത് ആര്? പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും. 76 അവനെ, യേശുവിനെ ഇങ്ങനെ വിട്ടാൽ എന്തു സംഭവിക്കും എന്നാണ് പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും പറയുന്നത്? എല്ലാവരും അവനിൽ വിശ്വസിക്കും. 77 എന്തു ചെയ്താൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും എന്നാണ് പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും പറയുന്നത്? അവനെ, യേശുവിനെ ഇങ്ങനെ വിട്ടാൽ. 78 യേശുവിനെ ഇങ്ങനെ വിട്ടാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കുകയും ആര് വന്ന് നമ്മുടെ വിശുദ്ധ സ്ഥലത്തെയും ജനത്തെയും നശിപ്പിക്കുകയും ചെയ്യും എന്നാണ് പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും പറയുന്നത്? റോമാക്കാർ. 79 റോമാക്കാർ വന്ന് എന്തു നശിപ്പിക്കും എന്നാണ് പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും പറയുന്നത്? നമ്മുടെ വിശുദ്ധ സ്ഥലത്തെയും ജനത്തെയും. 80 അവരിൽ ഒരുവനും ആ വർഷത്തെ പ്രധാന പുരോഹിതനും ആരായിരുന്നു? കയ്യാഫാസ്. 81 കയ്യാഫാസ് ആരായിരുന്നു? പ്രധാന പുരോഹിതൻ. 82 കയ്യാഫാസ് എന്താണ് ആദ്യം പറഞ്ഞത്? നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ. 83 നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞത് ആര്? കയ്യാഫാസ്. 84 നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞതിനെ തുടർന്ന് കയ്യാഫാസ് എന്താണ് പറഞ്ഞത്?
ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവർക്കു വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുമില്ല. 85 ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവർക്കു വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുമില്ല. ഇതാരുടെ വാക്കുകൾ? കയ്യാഫാസിന്റെ. 86 ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി എന്ത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുമില്ല എന്നാണ് കയ്യാഫാസ് പറഞ്ഞത്. അവർക്കു വേണ്ടി ഒരുവൻ മരിക്കുന്നത്. 87 ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവർക്കു വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുമില്ല എന്ന് കയ്യാഫാസ് പറഞ്ഞത് എങ്ങനെ അല്ല? സ്വമേധയാ പറഞ്ഞതല്ല. 88 ജനത്തിനു വേണ്ടി ആര് മരിക്കേണ്ടിയിരിക്കുന്നുവെന്ന് കയ്യാഫാസ് പ്രവചിക്കുകയായിരുന്നു യേശു. 89 ആർക്കു വേണ്ടി യേശു മരിക്കേണ്ടിയിരിക്കുന്നുവെന്ന് കയ്യാഫാസ് പ്രവചിക്കുകയായിരുന്നു? ജനത്തിനു വേണ്ടി. 90 അവൻ ഇത് സ്വമേധയാ പറഞ്ഞതല്ല, പ്രത്യുത ആ വർഷത്തെ ഡാഷ് എന്ന നിലയിൽ ജനത്തിനു വേണ്ടി യേശു മരിക്കേണ്ടിയിരിക്കുന്നുവെന്ന് പ്രവചിക്കുകയായിരുന്നു. യോഹന്നാൻ 11:51 പ്രകാരം പൂരിപ്പിക്കുക, പ്രധാന പുരോഹിതൻ എന്ന നിലയിൽ. 91 ജനത്തിനു വേണ്ടി മാത്രമല്ല, പിന്നെ എന്തിനു വേണ്ടി കൂടെ യേശു മരിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് കയ്യാഫാസ് പറഞ്ഞത്? ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടുന്നതിനു വേണ്ടി. 92 ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടുന്നതിനു വേണ്ടി എന്തു ചെയ്യണം എന്നാണ് കയ്യാഫാസ് പറഞ്ഞത്? യേശു മരിക്കേണ്ടിയിരിക്കുന്നുവെന്ന്. 93 അന്ന് മുതൽ അവർ എന്ത് ആലോചിച്ചു കൊണ്ടിരുന്നു? അവനെ വധിക്കാൻ. 94 അന്ന് മുതൽ അവർ യേശുവിനെ വധിക്കാൻ ആലോചിച്ചു കൊണ്ടിരുന്നതിനാൽ പിന്നീടൊരിക്കലും യേശു എന്തു ചെയ്തില്ല? യഹൂദരുടെ ഇടയിൽ പരസ്യമായി സഞ്ചരിച്ചില്ല. 95 പിന്നീടൊരിക്കലും യേശു യഹൂദരുടെ ഇടയിൽ പരസ്യമായി സഞ്ചരിക്കാതിരുന്നത് എന്തുകൊണ്ട്? അവർ യേശുവിനെ വധിക്കാൻ ആലോചിച്ചു കൊണ്ടിരുന്നതിനാൽ. 96 അവർ യേശുവിനെ വധിക്കാൻ ആലോചിച്ചു കൊണ്ടിരുന്നതിനാൽ അവൻ പോയി എവിടെ താമസിച്ചു? മരുഭൂമിക്കടുത്തുള്ള എഫ്രായിം പട്ടണത്തിൽ. 97 മരുഭൂമിക്കടുത്തുള്ള എഫ്രായിം പട്ടണത്തിൽ യേശു ആരോടൊപ്പമാണ് വസിച്ചത്? ശിഷ്യരോടൊത്ത്. 98 യഹൂദരുടെ എന്താണ് അടുത്തിരുന്നത്? പെസഹ തിരുനാൾ. 99 ആരുടെ പെസഹ തിരുനാൾ അടുത്തിരുന്നു? യഹൂദരുടെ. 100 എവിടെ നിന്ന് വളരെ പേർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിനായി പെസഹായ്ക്ക് മുമ്പേ ജെറുസലേമിലേക്ക് പോയി? ഗ്രാമങ്ങളിൽ നിന്ന്. 101 ഗ്രാമങ്ങളിൽ നിന്ന് വളരെ പേർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിനായി പെസഹായ്ക്ക് മുമ്പേ എവിടേക്ക് പോയി? ജെറുസലേമിലേക്ക്. 102 ഗ്രാമങ്ങളിൽ നിന്ന് വളരെ പേർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിനായി എന്തിനു മുമ്പേ ജെറുസലേമിലേക്ക് പോയി? പെസഹായ്ക്ക് മുമ്പേ. 103 ഗ്രാമങ്ങളിൽ നിന്ന് ജെറുസലേമിലേക്ക് പോയവർ ആരെ അന്വേഷിച്ചുകൊണ്ട് ദേവാലയത്തിൽ വെച്ച് പരസ്പരം ചോദിച്ചു? യേശുവിനെ. 104 അവർ യേശുവിനെ അന്വേഷിച്ചുകൊണ്ട് ദേവാലയത്തിൽ വെച്ച് എത്ര ചോദ്യങ്ങളാണ് പരസ്പരം ചോദിച്ചത്? 2 ചോദ്യങ്ങൾ. 105 അവർ യേശുവിനെ അന്വേഷിച്ചുകൊണ്ട് ദേവാലയത്തിൽ വെച്ച് എന്താണ് പരസ്പരം ചോദിച്ചത്? അല്ലെങ്കിൽ അവർ പരസ്പരം ചോദിച്ച 2 ചോദ്യങ്ങൾ ഏതെല്ലാമാണ്? 1 നിങ്ങൾ എന്തു വിചാരിക്കുന്നു? 2 അവൻ തിരുനാളിന് വരികയില്ലെന്നോ? 106 ആർക്കെങ്കിലും എന്ത് വിവരം ലഭിച്ചാൽ തങ്ങളെ അറിയിക്കണമെന്നാണ് പുരോഹിത പ്രമുഖന്മാരും ഫരിസേരും കൽപ്പന കൊടുത്തിരുന്നത്. അവൻ എവിടെയാണെന്ന്. 107 അവൻ എവിടെയാണെന്ന് വിവരം ലഭിച്ചാൽ തങ്ങളെ അറിയിക്കണമെന്ന് പുരോഹിത പ്രമുഖന്മാരും ഫരിസേരും കൽപ്പന കൊടുത്തിരുന്നത് എന്തിന്? അവനെ ബന്ധിക്കേണ്ടതിന്. 108 അവൻ എവിടെയാണെന്ന് ആർക്കെങ്കിലും വിവരം ലഭിച്ചാൽ അവനെ ബന്ധിക്കേണ്ടതിന് തങ്ങളെ അറിയിക്കണമെന്ന് കൽപ്പന കൊടുത്തിരുന്നത് ആര്? പുരോഹിത പ്രമുഖന്മാരും ഫരിസേരും. ഇങ്ങനെ 108 ചോദ്യങ്ങളാണ് യോഹന്നാൻ 11-ാം അധ്യായത്തിന്റെ 2-ാം ഭാഗത്ത് തയ്യാറാക്കിയിട്ടുള്ളത്. 12-ാം അധ്യായത്തിൽ 2 വീഡിയോ കൂടിയുണ്ട്. 100 മാർക്കിന്റെ ഒരു മോക്ക് ടെസ്റ്റ് വീഡിയോ ഇന്ന് രാവിലെ അപ്ലോഡ് ചെയ്തിരുന്നു. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. നിങ്ങൾ അത് കാണുക. മുഴുവൻ ഭാഗങ്ങളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട 100 ചോദ്യങ്ങളാണ്.
അതുപോലുള്ള ഏതാനും വീഡിയോകൾ കൂടി ചെയ്യാം എന്ന് ചിന്തിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുള്ള വീഡിയോകൾ ഏതു തരത്തിലുള്ളതാണെന്ന് കമന്റ് ചെയ്യുകയോ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ അത്തരത്തിൽ കൂടുതൽ വീഡിയോകൾ ചെയ്യാനായി പരിശ്രമിക്കാം. പല വർഷങ്ങളെയും അപേക്ഷിച്ച് വളരെ നേരത്തെ തന്നെ നമ്മുടെ ചോദ്യോത്തരങ്ങളുടെ വീഡിയോ പൂർത്തിയാവുകയാണ്. ചില വർഷങ്ങളിലൊക്കെ പരീക്ഷയ്ക്ക് 1-2 ആഴ്ച മാത്രം അവശേഷിക്കുമ്പോഴാണ് ചോദ്യോത്തരങ്ങളുടെ വീഡിയോ പൂർണ്ണമായിട്ടുണ്ടായിരുന്നത്. ഇനിയും 6 മാസം കൂടി നമ്മുടെ മുന്നിൽ പരീക്ഷയ്ക്ക് അവശേഷിക്കുന്നു. നമുക്ക് നന്നായി പഠിക്കാം. വളരെ നന്നായി പഠിച്ച് ഒരുങ്ങി 100-ൽ 100 മാർക്ക് അല്ലെങ്കിൽ 90-ലധികം മാർക്ക്, അതുമല്ലെങ്കിൽ രൂപതയിൽ ആദ്യത്തെ 3-ൽ ഏതെങ്കിലും ഒരു സ്ഥാനം കരസ്ഥമാക്കി സെമി ഫൈനലിലും ഫൈനലിലുമൊക്കെ മത്സരിച്ച് ലോഗോസ് പ്രതിഭയായി വിശുദ്ധനാട് തീർത്ഥാടനത്തിൽ പങ്കെടുക്കാനൊക്കെ നമുക്ക് അനുഗ്രഹം ലഭിക്കട്ടെ. അതിനുവേണ്ടി വളരെ തീക്ഷ്ണമായി തന്നെ എല്ലാവരും പഠിക്കുക. വചനം പഠിക്കുന്നതിലൂടെ ധാരാളം മറ്റനുഗ്രഹങ്ങളും നന്മകളും നമുക്ക് ലഭിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.